എന്തേ മുസ്ലിങ്ങളെ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണോ? ഇത് എന്റെ വാക്കുകളല്ല, TG മോഹൻദാസിന്റെ വാക്കുകളാണ്. ഇത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങളും കൂടി ഇയാൾ വിളിച്ചു പറയുന്നുണ്ട്. വീഡിയോ കാണാം. അതിനുശേഷം ഇയാൾക്ക് നല്ല അടിപൊളി മറുപടി അൻസാരി ഉസ്താദ് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നമുക്ക് കാണാം. ചില ആളുകളെങ്കിലും കരുതും ഇവൻ എന്താ ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതെന്ന്. ശരി തന്നെയാണ്. പക്ഷേ ഇയാൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും മാക്സിമം ലെവൽ ബഹുമാനം കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ചതും എന്നെ പഠിപ്പിച്ചതും എല്ലാവരെയും ബഹുമാനിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അപ്പുറം ഓപ്പോസിറ്റ് നിൽക്കുന്ന ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തി അതിനെ അർഹിക്കുന്നുണ്ടോ എന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന ബഹുമാനം തന്നെ കൂടിപ്പോയോ എന്നേ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. TG മോഹൻദാസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ വീഡിയോ നമുക്ക് കാണാം. അതിനുശേഷം കുറച്ച് ഡാറ്റാസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. മലപ്പുറത്തെ കുറ്റം പറയരുത്, മുസ്ലിങ്ങളെ കുറ്റം പറയരുത്. എന്താ ഇപ്പം മുസ്ലിങ്ങളെ സ്വർണം കൊണ്ടുണ്ടാക്കിയത്? അവരൊക്കെ കുറ്റം പറഞ്ഞാൽ എന്താ? മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും കുറ്റം പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നോ? എന്താ കുഴപ്പം? ഒരാൾക്ക് അവർ ചെയ്യുന്നത് കുറ്റമാണെന്ന് തോന്നുന്നു, അയാൾ അത് പറയുന്നു. സോ വാട്ട്? നിങ്ങൾ അയാൾ പറയുന്നത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് അയാളെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നല്ലവനായ ഉണ്ണി. TG പിന്നെ ഇതുവരെ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ ഹെയ്റ്റ് സ്പീച്ച് നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ക്യാമറന്റെ മുന്നിൽ വന്ന് പച്ച വർഗീയത വിളിച്ചു തുപ്പി, അതായത് മുസ്ലിമും ഹിന്ദു മുസ്ലിം എന്ന സംഭവം മാത്രം വിളിച്ചു പറഞ്ഞ് നടന്നിട്ട് ഇയാൾക്ക് ഇപ്പൊ എന്തേ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ തന്റെ വീഡിയോ എടുത്തിട്ട് പലരും വീഡിയോ ചെയ്യാനുള്ള കാരണം താൻ അവസാനം പറഞ്ഞില്ലേ, അവർ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അത് ശരിയാക്കി കൊടുക്കുക എന്ന്. അത് തന്നെയാണ്. അതായത് താൻ വന്ന് ക്യാമറന്റെ മുന്നിൽ വന്ന് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് പൊട്ടത്തരമാണെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഇവിടെ പല കാര്യങ്ങളും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിത്ത് ഡാറ്റാസ്. പക്ഷേ തനിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. തനിക്ക് മാത്രമല്ല, തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത കുറെ ആളുകളുണ്ട്. ഇവർക്കും ഇതൊന്നും ബോധ്യപ്പെടില്ല. എന്നാലും ഞാൻ പറയാം, നമുക്ക് കുറച്ച് ഡാറ്റാസ് നോക്കാം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്നുണ്ടോ? നടത്തുന്നുണ്ട്. അതായത് 2014 ശേഷം ഏകദേശം 500% കൂടുതൽ ഹെയ്റ്റ് സ്പീച്ച് കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് അത്രയും കൂടി 500% കൂടിയിട്ടുണ്ട്. ഓക്കെ, അതായത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ, മനസ്സിലാക്കണം, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ടുള്ള ഡാറ്റാസ് പ്രകാരം 2014 മുതൽ 2020 ആകുമ്പോഴേക്കും 500% കേസസ് രജിസ്ട്രേഷൻ കൂടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് 2014 323 കേസസ് ആയിരുന്നു. എന്നാൽ 2020 ആകുമ്പോഴേക്കും അത് 1804 കേസസായി ഉയർന്നിട്ടുണ്ട്. ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസസിന്റെ കണക്ക് മാത്രമാണ്, അല്ലാതെ ഹെയ്റ്റ് സ്പീച്ചിന്റെ എല്ലാ കണക്കുകളും അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള എല്ലാ ഇൻസിഡന്റിനെയും കണക്കല്ല. വെറും രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. രജിസ്റ്റർ ചെയ്യാതെ എത്ര നടക്കുന്നുണ്ട്? ഇനി ഈ ഹെയ്റ്റ് സ്പീച്ച് ഒക്കെ ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾ സംസാരിച്ചാണോ? ആണോ TG? നമുക്ക് നോക്കാം. ഡാറ്റാസ് പ്രകാരം 98% ഈ ഹെയ്റ്റ് സ്പീച്ച് വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടാണ്. നടത്തിയിട്ടുള്ളത് BJP RSS തന്നെ പോലുള്ള ആളുകളാണ്. അത് മാത്രമല്ല ബാക്കിയുള്ളത് ആന്റി ക്രിസ്ത്യൻ ഹെയ്റ്റ് സ്പീച്ചും കൂടിയാണ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഇതൊന്നും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ നടത്തിയിട്ടുള്ള ഹെയ്റ്റ് സ്പീച്ച് അല്ല. തന്നെ പോലത്തുള്ള ആളുകൾ മുസ്ലിങ്ങൾക്ക്, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരെ നടത്തിയിട്ടുള്ള ഹെയ്റ്റ് സ്പീച്ചുകളാണ്. എന്നിട്ടാണ് ഇയാൾ പറയുന്നത് മുസ്ലിങ്ങളെ കുറിച്ച് ആർക്കും സംസാരിക്കാൻ പറ്റില്ല. എന്തേ സംസാരിച്ചാൽ? ഇത്രയും സ്പീച്ച് നടത്തിയില്ല. 2024 കണക്ക് നോക്കിയാൽ 2024 മുതൽ 2025 ആകുമ്പോഴേക്കും 76% ഹെയ്റ്റ് സ്പീച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വേറെയും വന്നിട്ടുള്ളത്. അതായത് ഓരോ ദിവസം കഴിയുന്നതിനെ ഹെയ്റ്റ് സ്പീച്ചിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. TGക്ക് മനസ്സിലായോ? ഈ ഡാറ്റാസ് ഒക്കെ ഞാൻ കൊണ്ടുവന്നതല്ല കേട്ടോ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ, സെൻട്രൽ ഗവൺമെന്റ് അവിടുന്ന് ഇറക്കുന്ന ഡാറ്റാസ് ആണ്. ഇനി നമുക്ക് TGയുടെ ബാക്കിയും കൂടി കേട്ടിട്ട് വരാം. കേരളത്തിലെ ഒരു അജണ്ട ഉണ്ടല്ലോ, അതായത് മുസ്ലിം പിന്നെ ഹിന്ദു പിന്നോക്ക ദളിത് വിഭാഗം ഇവർ തമ്മിൽ ഒരു ഐക്യപ്പെടാനുള്ള കാരണം അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ്. സോ മുസ്ലിങ്ങൾക്ക് തന്നെത്താനെ കേരളം പിടിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പൊ അതിന് വേണ്ടത് ഹിന്ദുക്കളിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ കൂടെ എടുക്കുക. അപ്പൊ അതിനായിട്ട് ഈ ജാതി ഇങ്ങനെ കത്തിച്ചു നിർത്തണം. അല്ല, ഇപ്പൊ എന്നെ ആരും ഒന്നും ചെയ്യുന്നില്ല ചേട്ടാ, ഇപ്പൊ നിന്നെ ചെയ്യുന്നില്ല, പക്ഷെ 19-ാം നൂറ്റാണ്ടിൽ നിന്റെ അപ്പൂപ്പനോട് ചെയ്തതോ അത് മറക്കാമോ? അതാണ് ചെയ്യുന്നത്. അപ്പൊ 19-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവനിൽ ഒരു പെർസിക്യൂഷൻ മാനിയാണ് ഉണ്ടാക്കുക. എന്നിട്ട് ഇവനെ കൂടെ കൂട്ടത്തിലെടുക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്രവർത്തനമാണ്. യു ഡിവൈഡ് യുവർ എനിമീസ്, യുണൈറ്റ് യുവർ ഫ്രണ്ട്സ് ആൻഡ് വിൻ ദ ഇലക്ഷൻ. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തോ അത് തുടർന്ന് പോകുന്നു. TG ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കരപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് പോലെയാണ്. പക്ഷേ TG മനസ്സിലാക്കുന്നുണ്ടോ?
ഈ പറഞ്ഞിട്ടുള്ള ഈ ജാതിന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. അറിയാമോ താങ്കൾക്ക്? അങ്ങ് നോർത്തിലോട്ടേക്ക് പോകണം. നോർത്തിലേക്കും പോകണ്ട, നമ്മൾ തൊട്ട അയൽപക്കമായിട്ടുള്ള തമിഴ്നാട്ടിലും ഈ സംഭവം നടക്കാറുണ്ട്. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഒരു ബുള്ളറ്റ് ഓടിച്ചാണ് താഴ്ന്ന ജാതിയിലുള്ള ഒരു വ്യക്തി ഈ ഉയർന്ന ജാതിയിലുള്ള ആളുകൾ അവന്റെ കൈ അടിച്ചോടിച്ചു, കാലടിച്ചോടിച്ചു. ഇനി നമുക്ക് നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച മുൻപ് ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ, ന്യൂസസിലും വന്നിട്ടുണ്ടായിരുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു പെൺകുട്ടിയുടെ മുടി കട്ട് ചെയ്ത് കളയുന്നു. സംഭവം എന്താണെന്ന് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു ആചാരമുണ്ട്. അതെന്ന് പറയുന്നത്, ഈ താഴ്ന്ന ജാതിയിലുള്ള പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞാൽ ആദ്യം ആ പെൺകുട്ടി വലിയ ജാതി, അതായത് ഉയർന്ന ജാതിയിലെ ആളോടൊപ്പം ഒരു ദിവസം കിടക്ക പങ്കിടണം. അതിനുശേഷം മാത്രമേ ഈ കല്യാണം കഴിച്ച അവനിക്ക് അവളെ തൊടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവൾ അത് വിസമ്മതിച്ചു. അതിന് അവളുടെ മുടി കട്ട് ചെയ്യുന്ന ഒരു രംഗമാണ് ആ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടി ജി നടക്കുന്നുണ്ട്. അല്ലാതെ ഈ ക്യാമറന്റെ മുന്നിൽ വന്ന് എപ്പോഴും ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം ഇന്ത്യ കീഴടക്കാൻ നോക്കുകയാണ്, അതല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യൂ. ഇതുപോലുള്ള ജാതിയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ അവസാനിപ്പിക്കാൻ ശ്രമിക്കൂ. അല്ല, ഹിന്ദുക്കൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇയാൾ എന്തെങ്കിലും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ടോ? പോട്ടെ, സോൾവ് ചെയ്യണ്ട, സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഇയാൾ എപ്പോഴും ക്യാമറന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഇത് പറഞ്ഞ് നടക്കും. എന്തോ ആടെ, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ, അത് സോൾവ് ചെയ്യാൻ നോക്കും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു എക്സാമ്പിൾ അല്ല, ഇതുപോലെ 100 കണക്കിന് എക്സാമ്പിൾസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല വീഡിയോസും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കൂ ആദ്യം. അല്ലാതെ എപ്പോൾ വന്നു കഴിഞ്ഞാൽ വന്നിട്ട് പറയും മുസ്ലിങ്ങൾ ഇപ്പോൾ കേരളം പിടിച്ചെടുക്കും, ഇന്ത്യ പിടിച്ചെടുക്കും, അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് വാങ്ങ്. ഇനി നമുക്ക് ഇയാൾക്ക് അൻസാരി ഉസ്താദ് കൊടുത്ത മറുപടി അത് കേട്ടിട്ട് വരാം. ഹിന്ദുക്കളെ വിമർശിക്കാം, ക്രിസ്ത്യാനികളെ വിമർശിക്കാം, മുസ്ലിമിനെ വിമർശിക്കുക. എന്താ ഇപ്പം മുസ്ലിങ്ങളെ സ്വർണം കൊണ്ടുണ്ടാക്കിയത്? ഹിന്ദു മതത്തെ വിമർശിക്കാം, ക്രിസ്തീയ മതത്തെ വിമർശിക്കാം, പക്ഷേ ഇസ്ലാമിനെ മാത്രം വിമർശിക്കാൻ പറ്റത്തില്ല. ടി ജി സാറേ, ഈ പറഞ്ഞത് ഒരു വിമർശനമല്ലേ? ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല എന്ന ഭയപ്പെടുത്തലും ഒരു ഇസ്ലാം വിമർശനമല്ലേ? ഞാനിപ്പോൾ ഇതിന് മറുപടി പറയുന്നത് ഒറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് മറുപടി പറയാൻ പാടില്ലാത്തതാണ്. മരിക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ ഒരു സമയം, ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം. സാറേ, ഇവിടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ മുസ്ലിമീങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ മുസ്ലിമാൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് പരിശോധിക്കുക. അതിനകത്ത് എവിടെങ്കിലും ഹിന്ദു വിമർശനം, ക്രിസ്ത്യൻ വിമർശനം, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പോരാട്ടം, ഹിന്ദുക്കൾക്കെതിരെയുള്ള പോരാട്ടം, ഇങ്ങനെ എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുണ്ടോ? ഫേസ്ബുക്ക് പേജുകളുണ്ടോ? നിരന്തരമായി ഒരു ദർശനത്തെ എതിർക്കാൻ, ക്രിസ്തീയ വിശ്വാസങ്ങളെ എതിർക്കാൻ, അവരുടെ ആശയങ്ങളെ അവഹേളിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു പേജ്, അതിനുവേണ്ടി നിരന്തരമായി നിലനിൽക്കുന്ന ആളുകൾ, അതിന്റെ വാക്താക്കളായി നിലനിൽക്കുന്ന ആളുകൾ, അതിന്റെ പാർപ്പിടമായി നിലനിൽക്കുന്ന ആരെങ്കിലും ടി ജി സാറിന് അറിയോ? എന്നാൽ സാറേ, നിങ്ങളുടെയൊക്കെ വാട്സപ്പ് തുറന്നാൽ ആയിരക്കണക്കിന് ഇസ്ലാം വിമർശനത്തിന്റെ കുത്തക അത് മാത്രമേ അതിനകത്ത് വരുള്ളൂ. 24 മണിക്കൂറും ഈ മുസ്ലിമും ഇസ്ലാമും തന്നെ ചർച്ച. അങ്ങനെ എത്ര ഗ്രൂപ്പുകളിലുണ്ട്, ഫേസ്ബുക്കിൽ എത്ര പേജുകളുണ്ട്, എത്ര ഫേക്ക് അക്കൗണ്ടുകളുണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ. എന്നിട്ടും ഞങ്ങൾ ആരെങ്കിലും മുസ്ലിമും ഇസ്ലാമും അപകടത്തിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ കാണാറുണ്ടോ? ഇല്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ വിമർശിച്ചിട്ടും, നിങ്ങൾ ഇങ്ങനെല്ലാം വിമർശിച്ചിട്ടും നിങ്ങൾ ഭയപ്പെടുന്ന എന്താണ്? നിങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് ആളുകൾ മറ്റൊരു ആശയത്തിലേക്ക് പോകുന്നു എന്നുള്ള ഭയപ്പാട് നിങ്ങൾക്ക്. ഞങ്ങൾ അങ്ങനെങ്കിലും ആളുകൾ ഇങ്ങനെ വിട്ടുപോകുന്നു, മറ്റു ആശയങ്ങളിലേക്ക് പോകുന്നുള്ള ഭയപ്പാടുണ്ടോ? ഇനി ഇതെല്ലാം പോട്ടെ, ടി ജി സാറിന് ചിന്തിക്കാൻ വേണ്ടി വേറും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് ഇസ്ലാം വിമർശകനായി നിങ്ങൾ കൊണ്ടു നടന്ന് ആഘോഷിക്കുന്ന ആരിഫ് ഹുസൈൻ അല്ലെ, അദ്ദേഹം ഇസ്ലാമുമായി അദ്ദേഹത്തിന് ഇത് ബന്ധമൊന്നും അറിയത്തില്ല. ഖുർആൻ അറബി ഉച്ചാരണം പോലും കൃത്യമായിട്ട് അറിയാത്ത ആളാണ്. എന്നാൽ അദ്ദേഹത്തിന് ഇസ്ലാമിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടോ ഇസ്ലാമിന്റെ ശരീഅത്തുമായി ബന്ധപ്പെട്ടോ ഒരു ബിരുദം പോലും അദ്ദേഹത്തിനില്ല അല്ലെ? ഓക്കെ അല്ലേ? എന്നാൽ ബഹുമാനപ്പെട്ട ടി എസ് ശ്യാംകുമാർ, അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ, എന്റെ അറിവ് അനുസരിച്ച് പറയാണ്, സംസ്കൃതത്തിൽ ബിരുദമുള്ള ആളാണ് അല്ലെ? അതിമനോഹരമായി ഹിന്ദു വിമർശനം നടത്തുന്ന ആളാണ്. ഞങ്ങൾ ആരെങ്കിലും ടി എസ് ശ്യാംകുമാറിനെ കൊണ്ടുവന്ന് ആഘോഷിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ നല്ല ആശയങ്ങൾ നമ്മൾ പങ്കുവെക്കാറുണ്ട്, ചിലപ്പോൾ ഷെയർ ചെയ്യും, അത് കേൾക്കും. അത് മൊത്തത്തെ ഇന്ത്യയുടെ പൊളിറ്റിക്സ്, ഇന്ത്യയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പങ്കുവെക്കാറുള്ളൂ. അദ്ദേഹം ഹിന്ദു മതത്തെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കാറുണ്ടോ, പങ്കുവെക്കാറുണ്ടോ? അദ്ദേഹത്തിന് ഞങ്ങൾ വേദി കൊടുത്തിട്ട് നിങ്ങൾ ഹിന്ദുവിനെ വിമർശിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് നടക്കാറുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. എന്നാൽ ആരിഫ് ഹുസൈന് വേദി കൊടുക്കുന്നവരാ? ആരിഫ് ഹുസൈനെ കൊണ്ട് നിരന്തരമായി എന്തെല്ലാം തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങൾക്ക് ഏറ്റവും അധികം വേദന ഉണ്ടാകുന്നത് അവരുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം അവഹേളിക്കാമോ അത്രത്തോളം തരംതാന്ന പ്രയോഗം. നിങ്ങൾ മാത്രമല്ല, നമ്മുടെ ഗുരുമൂർത്തിയില്ലേ, അദ്ദേഹം അടക്കമുള്ള ആളുകൾ ജനൻ ടി വിയിൽ വന്ന് പച്ചക്ക് തോന്നിയാസം പറയല്ലേ. ഞങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് ഇന്ന് വരെ ഒരു മുസൽമാൻ രാമനെയോ കൃഷ്ണനെയോ നിങ്ങളുടെ ഏതെങ്കിലും ദർശനങ്ങളെയോ ഞങ്ങൾ ആരെങ്കിലും അവഹേളിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ പണ്ഡിതന്മാർ മഹാസമ്മേളനം നടക്കുന്നു, ലക്ഷങ്ങൾ കൂടുന്ന അത്തരം സമ്മേളനം നിങ്ങൾ ഇതുവരെ നടത്തി നമ്മൾ കണ്ടിട്ടില്ല. ലക്ഷങ്ങൾ കൂടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഏതെങ്കിലും ഒരു സംഘടന നടത്തുമ്പോൾ പോലും ലക്ഷങ്ങൾ പങ്കെടുക്കുന്നു. അവരുടെ മുമ്പിൽ
നടത്തുന്ന പ്രസ്താവനകൾ, ബഹുമാനപ്പെട്ട AP ഉസ്താദാണെങ്കിലും ജിഫ്രി തങ്ങളാണെങ്കിലും ഇസ്ലാമിലെ മറ്റ് സംഘടനകൾ, അവരുടെ പണ്ഡിതന്മാരുടെ നേതൃത്വം ആ ജനങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്ന പ്രസംഗമെങ്കിലും ബഹുമാനപ്പെട്ട ടി സാറിന് കേട്ടു നോക്കും. എത്ര മനോഹരമായാണ് അവരുടെ ഇസ്ലാമിക സിദ്ധാന്തങ്ങളെ, ആശയങ്ങളെ, അച്ചടക്കങ്ങളെ, സ്വൽസ്വഭാവത്തെക്കുറിച്ച്, സവിശേഷമായ ജീവിതത്തെക്കുറിച്ച്, അങ്ങനെ ആയെങ്കിൽ മാത്രമേ നന്നായിട്ട് ജീവിക്കാനും മരിക്കാൻ കഴിയൂ എന്ന നിതാന്ത ദർശനത്തെക്കുറിച്ച് ഞങ്ങളോട് പറയുന്നു. നിങ്ങളുടെ വിഷയം എന്താണ്? നിങ്ങളൊക്കെ സമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അപകടത്തിലാണ്, ദേ വരുന്നു മുസ്ലിമാൻ, അവൻ എപ്പോൾ രാജ്യം പിടിച്ചടക്കും, ഇതല്ലേ നിങ്ങളുടെ ചർച്ച? നിങ്ങൾ എന്തിനാണ് ഈ ഭയപ്പെടുന്നത്? അറിയാൻ ചോദിക്കാൻ. നിങ്ങൾ ഭരണം നിങ്ങളുടെ കയ്യിൽ, അധികാരം നിങ്ങളുടെ കയ്യിൽ, പട്ടാളം നിങ്ങളുടെ കയ്യിൽ, പോലീസ് നിങ്ങളുടെ കയ്യിൽ, എന്നിട്ട് നിങ്ങൾ ഭയപ്പെടുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല. നിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ നിരന്തരമായി ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു രോമത്തിൽ തട്ടുന്ന സംഗതിയല്ല. സാറ് മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ പറയപ്പെട്ട ജാമിതയാണെങ്കിലും രോമസിംഹമാണെങ്കിലും ഇവരൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ പണിയെ കടത്തില്ല. എന്താ ഇതിന്റെ ആഫ്റ്റർ റിസൾട്ട്? ജനൻ ടിവിയിൽ കൊണ്ടുവന്ന് ജാമിതയെ സംസാരിപ്പിച്ചു. വളരെ വൃത്തികെട്ട സംസാരങ്ങൾ, അവർ അങ്ങേയറ്റം വൃത്തികെട്ട സംസാരം സംസാരിക്കുക. ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് മുസൽമാനും ഇസ്ലാമിനും എന്ത് സംഭവിച്ചു? ഈ സാറേ, ഈ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ലോകത്ത് അതിന്റെ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ആ ഇസ്ലാം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ, അവരിലേക്ക് പങ്കുവെക്കുമ്പോൾ, അതിന്റെ ഒന്നാമത്തെ ഘട്ടം മുതൽ തന്നെ അക്രമം, ആശയപരമായ അക്രമം, ആയുധപരമായ അക്രമങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിമർശനങ്ങളും അക്രമങ്ങളും സായുധ അക്രമങ്ങളും ഒക്കെ ഈ നാട്ടിൽ നടന്നിട്ടും ഞങ്ങൾ അതിനെയൊക്കെ ഏത് രൂപത്തിലാണ് നേരിട്ടിട്ടുള്ളൂ എന്ന് ചരിത്രം പഠിച്ചാൽ മാത്രം മതി. ചെങ്കിസ് ഖാൻ എത്ര ആളുകളെ കൊന്നു? ചെങ്കിസ് ഖാന്റെ പടയോട്ടത്തിൽ എത്ര മില്യൺ മനുഷ്യരാണ്, മുസ്ലിമീങ്ങളാണ് മരണപ്പെട്ടു പോയത്? ഒരു നദിയുടെ കരയിൽ നിന്ന് ആ കൈക്കുഞ്ഞുങ്ങളുടെ വിളിയാളങ്ങൾ, ചരിത്രം പറയുന്നത് കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള പുഴക്കക്കരയിൽ നിന്ന് കുട്ടികളുടെ, ചെങ്കിസ് ഖാന്റെ പടയോട്ടത്തിൽ അമർന്നുപോയ ഉമ്മമാരുടെ, പാല് കുടിക്കുന്ന കുട്ടികളുടെ വിളിയാളങ്ങൾ കേട്ട് മരവിച്ചു പോയ മനുഷ്യരുണ്ട്. എന്നിട്ടും കൊന്നു തീർക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഒരിക്കലും സത്യത്തെ കൊന്നു തീർക്കാനോ തിന്നു തീർക്കാനോ കഴിയില്ല എന്നുള്ളത് TG സാറ് മനസ്സിലാക്കി വെക്കൽ വളരെ നല്ലതാണ്. എന്റെ പൊന്നു TG, പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നറിയാം. എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നതിന് മുമ്പ് ആ ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്തൂടെ? ഒന്നുമില്ലെങ്കിൽ താങ്കൾ ഒരു വക്കീലല്ലേ? അപ്പോൾ ആ ഡാറ്റാസ്, അതും സെൻട്രൽ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ആണ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. ഈ TGയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് പറയുന്നത്, കേൾക്കുന്നത് എല്ലാം വിശ്വസിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് റിസർച്ച് ചെയ്യുക, എന്താണ് സംഭവം എന്നുള്ളത്. അല്ലാതെ കണ്ണും പൂട്ടി ഒന്നും വിശ്വസിക്കരുത്. ഈ വാട്സപ്പിൽ വരുന്ന എല്ലാം അങ്ങ് ഉൾക്കൊള്ളാനാണെങ്കിൽ അതിന് തന്നെ നേരം കാണും. ഇതുപോലുള്ള ഡാറ്റാസ് ഒക്കെ ഒന്ന് കണ്ടെത്തുക. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോന്റെ ഡാറ്റയാണ്. അപ്പോൾ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കരുത് കേട്ടോ. അതുപോലെ കണ്ണുണ്ടായാൽ പോരാ, കാണണം. ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും ബോധ്യപ്പെടും ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം. അതായത് TG പറയുന്നതൊക്കെ പച്ചക്കള്ളവും പൊട്ടത്തരവുമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്ന് കാണണം.